ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 5-ാമത്തെ അധ്യായം. റിവിഷൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ അഥ പഞ്ചമോധ്യായഃ. സൂത ഉവാച. പിതര്യുപരതേ തേന ജനനീ താഡിതാഭൃശം ക്വവിത്തം തിഷ്ഠതി ബ്രൂഹി അനിഷ്യേ ലത്തയാ നചേത്. പിതാവിൻ്റെ ആ കാലശേഷം ആ ദുന്ധുകാരി മാതാവിനെ തല്ലിയും മറ്റും ദ്രോഹിച്ചു. ധനം എവിടെയാണ് സൂക്ഷിച്ചതെന്ന് പറയൂ, അല്ലെങ്കിൽ ലത്ത എന്ന ആയുധം കൊണ്ട് നിഗ്രഹിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ലത്ത എന്നതിൻ്റെ അർത്ഥം ശബ്ദധാരാവലിയിലെ അമരം, കാണിപ്പയ്യൂർ, നിഘണ്ടു ഇത്യാദികളിലൊന്നുമില്ല. വൈശ്രവണത്ത് നമ്പൂതിരിയുടെ വ്യാഖ്യാനത്തിൽ ചാട്ടവാറ എന്നും, ഗോപാലനാരുടെ വ്യാഖ്യാനത്തിൽ ദണ്ഡം എന്നും, നാരായണൻ നമ്പ്രാന്തിരിയുടെ വ്യാഖ്യാനത്തിൽ തീക്കൊള്ളി എന്നും അർത്ഥം കാണുന്നു. മൂലപുരാണത്തിൽ ഈ ശ്ലോകം വ്യത്യസ്തമാണ്. ലത്ത എന്ന പദമേയില്ല. അധ്യായാരംഭം ഇപ്രകാരമാണ്. കുമാരാഊജുഹു പിതര്യേവം വനം പ്രാപ്തേ പശ്ചാത് ആഗത്യ നാരദ ജനനീം തർജയാം ആസ ദുന്ധുകാരി മഹാഖല ക്വവിത്തം തിഷ്ഠതി ബ്രൂഹി മാതരം പ്രതി നാരദ സർവഥാ ത്വാം ഹനിഷ്യാമി ന ചേൽ ബ്രൂയ നിധാനകം. രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഇതി തദ്വാക്യ സംത്രാസാത് ജനന്യാ പുത്രദുഃഖതഃ കൂപേ പാദ കൃതോ രാത്രൗ തേന സാ നിധനം ഗതാ. ആ ദുന്ധുകാരി ഇപ്രകാരം ഭയപ്പെടുത്തുകയാൽ ആ മാതാവ് പുത്രദ്രോഹം സഹിക്കാതെ രാത്രികാലത്ത് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഗോകർണസ്തീർത്ഥയാത്രാർത്ഥം നിർഗതോ യോഗ സംസ്ഥിതഃ ന ദുഃഖം ന സുഖം തസ്യ ന വൈരീ നാപി ബാന്ധവഃ. ഗോകർണൻ ആ യോഗമാർഗത്തെ അവലംബിച്ച് തീർത്ഥയാത്രയ്ക്ക് പോയി. അദ്ദേഹത്തിന് ദുഃഖമോ സുഖമോ ശത്രുവോ ബന്ധുവോ ഒന്നുമില്ല. സമഭാവനയുള്ളവനും ദ്വന്ദ്വാതീതനും ആയെന്നർത്ഥം. ദുന്ധുകാരി ഗൃഹേ തിഷ്ഠൽ പഞ്ചപണ്യവധൂവൃതഃ അത്യുഗ്രകർമ്മകർത്താ ച തൽപോഷണ വിമൂഢധീഃ. ദുന്ധുകാരി 5 വേശ്യമാരെ കൊണ്ടുവന്ന് ആ ഭവനത്തിൽ താമസിപ്പിച്ചു. മൂഢനായ അവൻ അവരെ തൃപ്തിപ്പെടുത്തുവാൻ എന്ത് ദുഷ്കർമ്മവും ചെയ്യും. 5-7. ഏകദാ കുലടാസ്താസ്തു ഭൂഷണാന്യഭിലിപ്സവഃ തദർത്ഥം നിർഗതോ ഗേഹാത് കാമാന്ധോ മൃത്യുമസ്മരൻ യതസ്തതശ്ച സംഹൃത്യ വിത്തം വേശ്മ പുനർഗതഃ താഭ്യോ യച്ഛത് സുവസ്ത്രാണി ഭൂഷണാനി കിയന്തി ച ബഹുവിത്തചയം ദൃഷ്ട്വാ രാത്രൗ നാര്യൗ വ്യചാരയൻ ചൗര്യം കരോത്യസൗ നിത്യം അതോ രാജാ ഗ്രഹീഷ്യതി. ഒരിക്കൽ ആ കുലടകൾ ധാരാളം ആഭരണങ്ങൾ ആവശ്യപ്പെട്ടു. അത് സമ്പാദിക്കുന്ന ഉദ്യമത്തിൽ മരണം പോലും സംഭവിച്ചേക്കുമെന്ന് ചിന്തിക്കാതെ കാമാന്ധനായ ദുന്ധുകാരി അതിനായി പുറപ്പെട്ടു. അവിടുന്നും ഇവിടുന്നുമൊക്കെയായി ഏതോ പ്രകാരത്തിൽ കുറേ ധനം സമ്പാദിച്ചു. അവർക്ക് ആവശ്യമുള്ള നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും മേടിച്ച് ഭവനത്തിൽ തിരിച്ചു വന്നു. സമ്പാദിച്ച ധനം കുറച്ചൊന്നുമല്ല. ഇതെല്ലാം രാത്രികാലങ്ങളിൽ മോഷ്ടിച്ചതാണെന്നും അതിനാൽ രാജഭടന്മാർ ഏതുവിധവും പിടികൂടുമെന്നും അവർ ഭയന്നു. വിത്തം ഹൃത്വാ പുനശ്ചൈനം മാരയിഷ്യതി നിശ്ചിതം അതോർത്ഥഗുപ്തയേ ഗൂഢം അസ്മാഭി കിം ന ഹന്യതേ. അവർ ധനമെല്ലാം എടുത്ത് ഇവനെ കൊല്ലിക്കും. തമ്മിൽ ഭേദം നാം തന്നെ ധനം കൈക്കലാക്കി അവനെ കൊല്ലുകയല്ലേ എന്നവർ ചിന്തിച്ചു. 9-11. നിഹത്യൈനം ഗൃഹീത്വാർത്ഥം യാസ്യാമോ യത്ര കുത്രചിൽ ഇതി നിശ്ചയം കൃത്വാ സുപ്തം സമ്പദ്ധ്യ രശ്മിഭിഃ പാശം കണ്ഠേ നിധായാസ്യ തന്മൃത്യുമുപചക്രമുഃ ത്വരിതം ന മമാരാസൗ ചിന്തായുക്തസ്തദാ ഭവൻ തപ്താംഗാരസമൂഹാംശ്ച തന്മുഖേ ഹി വിചിക്ഷിഭുഃ അഗ്നിജ്വലാദിദുഃഖേന വ്യാകുലോ നിധനം ഗതഃ. അവനെ കൊന്ന് ധനവുമെടുത്ത് എങ്ങോട്ടെങ്കിലും പോവുകയാണ് ഉചിതം എന്നവർ തീരുമാനിച്ചു. രാത്രി ഉറങ്ങുമ്പോൾ കയറുകൊണ്ട് കെട്ടിവരിഞ്ഞ് കഴുത്തിൽ കുടുക്കി വരിച്ചു. അവർ മരിച്ചില്ല. എങ്ങനെ കൊല്ലാമെന്നവർ വീണ്ടും ആലോചിച്ചു. തീക്കനൽ കോരിയെടുത്ത് മുഖത്ത് നിറയെ പൊതിഞ്ഞ് അങ്ങനെ ദുന്ധുകാരി പൊള്ളലേറ്റ് മരിച്ചു. 12-15. തം ദേഹം മുമുചുർഗർത്തേ പ്രായഃ സാഹസികാഃ സ്ത്രിയഃ ന ജ്ഞാതം തദ്രഹസ്യം തു കേനാപീദം തഥൈവ ച
ലോകൈः പൃഷ്ടാ വദന്തി സ്മ ദൂരം യാത സ്ത്രിയോ പ്രിയോ हि नः ആഗമിഷ്യതി വർഷേऽസ്മിन् വിത്തലോഭവികർഷിതः സ്ത്രീണാം നൈവതു വിശ്വാസം ദുഷ്ടാനാം കാരയോദ്ബുധഃ വിശ്വാസേ സ്ഥിതോ മൂഢ സ ദുഃഖൈഃ പരിഭൂയത്തെ സുധാമയം വചോ യാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ക്ഷുരധാരാഭം പ്രിയഃ കോ നാമയോഷിതാം. സാഹസശീലകളായിട്ടുള്ള ആ സ്ത്രീകൾ അവൻ്റെ അമൃതദേഹം ഒരു കുഴിയിലിട്ട് മൂടി. ആരും അറിയാതെ അതിരഹസ്യമായിട്ട് ആണ് അങ്ങനെ ചെയ്തത്. അയാൾ എവിടെ പോയ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ദാരിദ്ര്യ നിമിത്തം ഞങ്ങളുടെ പ്രിയതമൻ വല്ല ജോലിയും ചെയ്തോ മറ്റോ ധനം സമ്പാദിക്കാൻ ദൂരദിക്കിലേക്ക് പോയിരിക്കുകയാണ്, ഈ കൊല്ലാവസാനം മടങ്ങി വരും എന്ന് പറയും. ദുഷ്പ്രവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ പറയുന്നത് ബുദ്ധിമാന്മാർ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അപകടം പിണയും. അവരുടെ വാക്ക് അമൃതിന് തുല്യം മാധുര്യമുള്ളതാണ്. അതിൽ ചില്ലറക്കാരൊക്കെ ഭ്രമിച്ചു പോകും. എന്നാൽ അത്തരക്കാരികളുടെ ഹൃദയം ക്ഷുരകന്റെ കത്തി പോലെ മൂർച്ചയുള്ളതാണ്. ദുഷിച്ച സ്ത്രീകൾക്ക് ആത്മാർത്ഥതയോടെ ആരോടെങ്കിലും സ്നേഹം കാണുമോ? ഇല്ല. സംഹൃത്യ വിത്തം തായാത കുലടാ ബഹുഭർതൃകാഃ ദുന്ധുകാരീ ബഭൂവാഥ മഹാൻ പ്രേത കുകർമ്മതഃ. വേറെയും കാമുകന്മാരുള്ള ആ കുലടകൾ ധനമെല്ലാം ശേഖരിച്ച് അവിടം വിട്ടുപോയി. തൻ്റെ ദുഷ്കർമ്മഫലമായിട്ട് ദുന്ധുകാരി ഒരു മഹാപ്രേതമായിട്ട് തീർന്നു. 17-19 വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോന്തരം ശീതാതപരിക്ലിഷ്ടോ നിരാഹാര പിപാസിതഃ ന ലേഭേ ശരണം ക്വാപി ഹാ ദൈവേതി മുഹുർവദൻ കിയൽക്കാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യത അനാഥം തം വിദിത്വൈവ ഗയാ ശ്രാദ്ധമജീകരൽ യസ്മിൻ തീർത്ഥേതു സംയാതി തത്ര ശ്രാദ്ധമവർത്തയത്. കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ 10 ദിക്കിലും അലഞ്ഞു. തണുപ്പും ചൂടും സഹിക്കവയ്യാതെ ക്ലേശിച്ചു. ആഹാരമൊന്നും ലഭിക്കായകയാൽ വിശന്നും ദാഹിച്ചും വലഞ്ഞു. പരേതാത്മാക്കൾക്ക് ശേഷക്രിയാദികളിലൂടെ മാത്രമേ ദാഹവും വിശപ്പും ശമിക്കും. ഹാ ദൈവമേ എന്ന് പലവരും വിളിച്ച് നിലവിളിച്ചു. യാതൊരു ഫലവും ഉണ്ടായില്ല. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഗോകർണൻ സഹോദരന്റെ മരണവാർത്ത കേട്ടറിഞ്ഞു. ദുന്ധുകാരി അനാഥനായിരുന്നതിനാൽ പുത്രന്മാരില്ലാത്തവൻ ആരും ശേഷക്രിയാദികൾ ചെയ്യിരിക്കില്ലെന്നറിയാവുന്ന ഗോകർണൻ ഗയാശ്രാദ്ധം മുട്ടി. മാത്രമല്ല അദ്ദേഹം സന്ദർശിക്കുന്ന തീർത്ഥങ്ങളിലൊക്കെ ശ്രാദ്ധം നടത്തി. 20-23 ഏവം ഭ്രമൻ സ ഗോകർണഃ സ്വപുരം സമുപേയ്വാൻ രാത്രൗ ഗൃഹാങ്കണേ സ്വപ്തുമാഗതോ ലക്ഷിതപരൈഃ തത്ര സുപ്തം സവിജ്ഞായ ദുന്ധുകാരീ സ്വബാന്ധവം നിശീഥേ ദർശയാമാസ മഹൗരൗദ്രതരം വപുഃ സകൃന്മേഷ സകൃദ്ധസ്തി സകൃച്ച മഹിഷോ ഭവത് സകൃദിന്ദ്ര സകൃച്ചാഗ്നിഃ പുനശ്ച പുരുഷോ ഭവത് വൈപരീത്യമിദം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുതഃ അയം ദുർഗതികഃ കോപി നിശ്ചിത്യാഥ തമബ്രവീത്. ഗോകർണൻ പലയിടത്തും സഞ്ചരിച്ച് ഒടുവിൽ ഒരു ദിവസം രാത്രി ആരും കാണാതെ സ്വഗൃഹത്തിലെത്തി. വീട്ടിന്റെ ഉമ്മറത്ത് കിടന്നുറങ്ങി. സഹോദരൻ അവിടെ ഉറങ്ങുന്നത് ദുന്ധുകാരിയുടെ പ്രേതം അറിഞ്ഞു. അവിടെ വന്ന് ഗോകർണനെ ഉണർത്തി ഭയങ്കര രൂപങ്ങൾ കാണിച്ചു. ചിലപ്പോൾ ആട്, ചിലപ്പോൾ ആന, ചിലപ്പോൾ പോത്ത്, ചിലപ്പോൾ ഇന്ദ്രൻ, ചിലപ്പോൾ അഗ്നി, ചിലപ്പോൾ മനുഷ്യൻ, ഇങ്ങനെ അനേകം വികൃത രൂപങ്ങളിൽ കണ്ടിട്ടും ഗോകർണൻ ഭയന്നില്ല. ഗതി കിട്ടാത്ത ഒരു പ്രേതം കണക്കെ പ്രേതമാകാമെന്നൂഹിച്ചു. ധൈര്യത്തോടെ ഇപ്രകാരം പറയുകയും ചെയ്തു. ഗോകർണ ഉവാച കസ്ത്വമുഗ്രതരോ രാത്രൗ കുതോ യാതോ ദശാമിമാം കിം വാ പ്രേതം പിശാചോ വാ രാക്ഷസോസീതി ശംസനഃ. ഗോകർണൻ ചോദിക്കുന്നു, ഭയപ്പെടുത്തുന്ന രൂപത്തോടെ രാത്രിയിൽ സഞ്ചരിക്കുന്ന നീ ആരാണ്? ഈ അവസ്ഥ എങ്ങനെ വന്നുപെട്ടു? പ്രേതമാണോ, പിശാചാണോ, രാക്ഷസനാണോ, ആരാണെന്ന് പറയൂ. സൂത ഉവാച 25-26 ഏവം പൃഷ്ടസ്തദാതേന രുരോദോച്ചൈഃ പുനഃ അശക്തോ വചനോച്ചാരേ സംജ്ഞാമാത്രം ചകാരഃ തതോഞ്ജലൗ ജലം കൃത്വാ ഗോകർണസ്തം ഉദൈരയൽ തൽസേകഃ തപാപോസൗ പ്രാവക്തുമുപചക്രമേ. ഒന്നും തന്നെ പറവാൻ ആ പ്രേതം ശക്തനായില്ല. ഉച്ചത്തിൽ നിലവിളിച്ചു, ചില ആംഗ്യങ്ങൾ കാണിച്ചു. ഇത് കണ്ട ഗോകർണൻ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് പ്രേതത്തിന്റെ മേൽ തളിച്ചു. അതോടെ പാപവിമുക്തി വന്ന പ്രേതത്തിന് സംസാരശേഷി ലഭ്യമായി.
27-30. പ്രേത ഉവാച അഹം ഭ്രാതാ ത്വദീയോസ്മി ധുന്ധുകാരീതി നാമതഃ സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയാ കർമ്മണോ നാസ്തി സംഖ്യാ മേ മഹാജ്ഞാനേ വിവർത്തിനഃ ലോകാനാം ഹിംസകഃ സോഹം സ്ത്രീഭിർദുഃഖേന മാരിതഃ അതഃ പ്രേതത്വമാപന്നോ ദുർദശാം ച വഹാമ്യഹം വാതാഹാരേണ ജീവാമി ദൈവം ദൈവാധീന ഫലോദയാത് അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാം ആശുമോചയ ഗോകർണോ വചനം ശ്രുത്വാ തസ്മൈ വാക്യം അഥാ ബ്രവീത്. ആ പ്രേതം പറയുന്നു, ഞാൻ അങ്ങയുടെ സഹോദരനായിട്ടുള്ള ദുന്ധുകാരിയാണ്. എൻ്റെ ദുഷ്കർമ്മത്താൽ ജന്മനാ ലഭിച്ച ബ്രാഹ്മണ്യം നശിപ്പിച്ചു. അജ്ഞാനം ഹേതുവായിട്ട് ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ എത്രയെന്ന് കണക്കില്ല. ഞാൻ ലോകരെ എത്രയോ ഹിംസിച്ചു. ഒടുവിൽ സ്ത്രീകൾ എന്നെ വേദനിപ്പിച്ചു കൊന്നു. അങ്ങനെ പ്രേതമായി തീർന്ന് ഈ ദുർദശ അനുഭവിക്കുന്നു. വായു മാത്രമാണ് ഭക്ഷണം. ഈശ്വരാധീനം കൊണ്ട് നിലനിൽക്കുന്നു. അലയോ സഹോദര, ദയാലുവായ ഭവാൻ എൻ്റെ ഈ ദുരവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. ആ പ്രേതത്തിൻ്റെ ഇപ്രകാരമുള്ള വിലാപവാക്യങ്ങൾ കേട്ട് ഗോകർണൻ മറുപടി പറഞ്ഞു. 31-32. ഗോകർണ ഉവാച ത്വദർത്ഥം തു ഗയാപിണ്ഡോ മയാ ദത്തോ വിധാനതഃ തൽക്കഥം നൈവ മുക്തോസി മമാശ്ചര്യമിദം മഹത്. ഗയാശ്രാദ്ധാന്നമുക്തിശ്ചേതുപായോ നാപരസ്വിഹ കിം വിധേയം മയാ പ്രേത തത്വം വദ സവിസ്തരം. ഭവാന്റെ ആ സദ്ഗതിക്ക് ഞാൻ വിധിപ്രകാരം ഗയാശ്രാദ്ധം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഗതി കിട്ടാതിരുന്നത് ആശ്ചര്യകരം തന്നെ. ഗയാശ്രാദ്ധം കൊണ്ട് ഗതി ലഭിക്കാത്ത പ്രേതത്തിന് പ്രതിവിധിയില്ല. ഞാൻ എന്തു ചെയ്താലാണ് ആശ്വാസം കിട്ടുക എന്ന് പറഞ്ഞാലും. പ്രേത ഉവാച ഗയാശ്രാദ്ധശതേനാപി മുക്തിർമേ ന ഭവിഷ്യതി ഉപായം അപരം കിംചിത്വം വിചാരയ സാമ്പ്രതം. പ്രേതത്തിന്റെ മറുപടി പ്രകാരമായിരുന്നു, 100 ഗയാശ്രാദ്ധം കൊണ്ടും എനിക്ക് ഗതി കിട്ടില്ല. മറ്റു വല്ല പരിഹാരവും ഉണ്ടോ എന്ന് ചിന്തിക്കൂ. ഇത് തദ്വാക്യമാകർണ്യ ഗോകർണോ വിസ്മയം ഗതഃ ശതശ്രാദ്ധേർന്ന മുക്തിശ്ചേത് അസാധ്യം മോചനം തവ. ഇത് കേട്ടിട്ട് ഗോകർണൻ അത്ഭുതപ്പെട്ടു. 100 ഗയാശ്രാദ്ധം കൊണ്ട് മുക്തി ലഭിക്കില്ലെങ്കിൽ അങ്ങയുടെ സദ്ഗതിക്ക് യാതൊരു മാർഗവും ഇല്ല. 35-36. ഇദാനീം തു നിജം സ്ഥാനം ആദിഷ്ഠപ്രേത നിർഭയഃ ത്വന്മുക്തി സാധകം കിഞ്ചിത് ആചരിഷ്യേ വിചാര്യ ച ധന്ധുകാരീ നിജസ്ഥാനം തേനാദിഷ്ടസ്തതോ ഗതഃ ഗോകർണശ്ചിന്തയാമാസ താം രാത്രിം ന തദധ്യഗാത്. ഇത് കേട്ട് ആ ഗോകർണൻ അത്ഭുതപ്പെട്ടു. അല്ലയോ പ്രേതമേ, ഭയപ്പെടാതിരിക്കൂ. ഞാൻ അങ്ങയുടെ മുക്തിക്ക് വല്ല മാർഗവും ഉണ്ടോ എന്ന് ചിന്തിക്കട്ടെ. ഇത് കേട്ട് ധുന്ധുകാരി തൻ്റെ സ്വസ്ഥാനത്തേക്ക് പോയി. ഗോകർണൻ രാത്രി മുഴുവൻ ചിന്തിച്ചിട്ടും ഒരു മാർഗവും കണ്ടെത്തിയതും ഇല്ല. 37-38. പ്രാതസ്തമാഗതം ദൃഷ്ട്വാ ലോകാഃ പ്രീത്യാ സമാഗതാഃ തത് സർവം കഥിതം തേന യജ്ജാതം ച യഥാ നിശി വിദ്വാംസോ യോഗനിഷ്ഠാശ്ച ജ്ഞാനിനോ ബ്രഹ്മവാദിനഃ തന്മുക്തിം നൈവ തേ പശ്യന്തഃ ശാസ്ത്രസഞ്ജയാൻ. നേരം വെളുത്തപ്പോൾ ഗോകർണൻ വന്ന വിവരം നാട്ടുകാരറിഞ്ഞു. അദ്ദേഹത്തെ കാണുവാൻ സന്തോഷത്തോടെ അവർ അവിടെ വന്നു. രാത്രി നടന്നതെല്ലാം ഗോകർണൻ അവരോട് പറയുകയും ചെയ്തു. ആ വന്നവരിൽ വിദ്വാൻമാരും യോഗികളും ജ്ഞാനികളും വേദജ്ഞരും എല്ലാമുണ്ട്. അവർക്കറിയാവുന്ന ശാസ്ത്രങ്ങളിലൊന്നും ആ പ്രേതത്തിന്റെ സദ്ഗതിക്കുള്ള മാർഗം കണ്ടെത്തിയിട്ടില്ല. 39-40. തതഃ സർവൈഃ സൂര്യവാക്യം തന്മുക്തൗ സ്ഥാപിതം പരം ഗോകർണം സ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈ തമാം. തദാ തുഭ്യം നമോ ജഗൽ സാക്ഷിൻ ബ്രൂഹി മേ മുക്തിഹേതുകം തച്ഛ്രുത്വാ ദൂരതഃ സൂര്യഃ സ്ഫുടമിത്യഭ്യഭാഷത. ആദിത്യന്റെ ഉപദേശം തേടണമെന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഗോകർണൻ തന്റെ യോഗശക്തി കൊണ്ട് ആദിത്യനെ സ്തംഭിപ്പിച്ചു. ജഗൽ സാക്ഷിയായുള്ളവനെ, അങ്ങയ്ക്ക് നമസ്കാരം. ഈ പ്രേതത്തിന് മോക്ഷമാർഗത്തെ എന്തെന്ന് ഉപദേശിച്ചാലും എന്നപേക്ഷിച്ചു. അത് കേട്ടിട്ട് ആദിത്യൻ ദൂരെ നിന്ന് വ്യക്തമാവണ്ണം ഇപ്രകാരം പറഞ്ഞു. ശ്രീമദ്ഭാഗവതാൻ മുക്തി സപ്താഹം വാചനം കുരു ഇതി സൂര്യവച സർവൈ ധർമ്മരൂപം തു വിശ്രുതം. ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ട് മുക്തി ലഭിക്കും, അത് സപ്താഹമായി നടത്തണം എന്നിങ്ങനെ ഭാഗവത ധർമ്മത്തെ പ്രതിപാദിക്കുന്ന ആദിത്യവചനം സർവരും ശ്രദ്ധിച്ചു കേട്ടു. സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിദം ഗോകർണോ നിശ്ചയം കൃത്വാ വാചനാർത്ഥം പ്രവർത്തിതഃ. എത്ര തന്നെ പ്രയാസം ഉണ്ടായാലും
അതെല്ലാം സഹിച്ച് ഏതുവിധവും സപ്താഹം നടത്തിയേ തീരൂ എന്ന് അവിടെ സന്നിഹിതരായവര് ഗോകർണനോട് പറയുകയും ഗോകർണൻ അതിനുള്ള ഉദ്യമം ആരംഭിക്കുകയും ചെയ്തു. 43-45 തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമാജ്ജനായുഃ പങ്ക്വന്ധവൃദ്ധമന്ദാശ്ച തേ വിപാപക്ഷയായ വൈ സമാജസ്തു മഹാഞ്ജാതോ ദേവവിസ്മയകാരകഃ യദൈവാസനമാസ്ഥായ ഗോകർണോ കഥയൽകഥാം സ പ്രേതോപി തദായാതഃ സ്ഥാനം പശ്യന്നിതസ്തതഃ സപ്തഗ്രന്ഥിയുതം തത്ര പശ്യൽ കീചകം ഉച്ഛ്രിതം. ആ ഗോകർണന്റെ ആ സപ്താഹ ശ്രവണത്തിന് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് എത്തിത്തുടങ്ങി. ദേശക്കാരും ഗ്രാമക്കാരും എന്നെല്ലാം ഉടന്തന്മാർ, അന്ധന്മാർ, വൃദ്ധന്മാർ, മന്ദബുദ്ധികൾ, ഇങ്ങനെ പലരും സപ്താഹശ്രവണം കൊണ്ട് പാപമോചനം ലഭിക്കാൻ വന്നെത്തി. ഗോകർണൻ പാരായണത്തിന് ഇരുന്നപ്പോഴേക്കും ഒരു മഹാസദസ് സംജാതമായി. ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു. ധുന്ധുകാരിയുടെ പ്രേതം അവിടെ വന്നെത്തി. ഇരിക്കാൻ സ്ഥലമന്വേഷിച്ചു നോക്കി. 7 കമ്പുള്ള ഒരു മുള ഉയർന്നു നിൽക്കുന്നതായിട്ട് കണ്ടെത്തി. ഗയാശ്രാദ്ധാന്ന മുക്തിശ്ചേതുപായോ തന്മൂലഛിദ്രമാവിശ്യ ശ്രവണാർത്ഥം സ്ഥിതോ ഹ്യസൗ വാദരൂപീ സ്ഥിതിം കർത്തുമശക്തോ വംശമാവിശത്. വായുരൂപത്തിലാകയാൽ എവിടെയും ഇരിപ്പുറയ്ക്കാത്ത ആ പ്രേതം ആ മുളയുടെ ഏറ്റവും അടിയിലുള്ള ഒരു ദ്വാരത്തിലൂടെ അതിൽ പ്രവേശിച്ച് സപ്താഹം കേൾക്കാൻ അവിടെ ഇരിപ്പുറപ്പിച്ചു. വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യസഹ പ്രഥമസ്കന്ധത സ്പഷ്ടമാഖ്യാനം ധേനുജോ കരോത്. ആ വിഷ്ണുഭക്തനായിരിക്കുന്ന ഒരു ബ്രാഹ്മണശ്രേഷ്ഠനെ മുഖ്യ ശ്രോതാവായി കൽപ്പിച്ച് ഗോകർണൻ പ്രഥമസ്കന്ധം മുതൽ സ്പഷ്ടമാം വണ്ണം പാരായണം ആരംഭിച്ചു. 48-51 ദിനാന്തേ രക്ഷിതാഗാഥ തദാ ചിത്ര ബഭൂവഃ വംശൈകഗ്രന്ഥിഭേദോ അഭൂത് സശബ്ദം പശ്യതാം സദാം ദ്വിതീയേൻഹി തഥാസായം ദ്വിതീയഗ്രന്ഥിഭേദനം തൃതീയേൻഹി തഥാസായം തൃതീയഗ്രന്ഥിഭേദനം ഏവം സപ്തദിനൈശ്ചൈവ സപ്തഗ്രന്ഥിവിഭേദനം കൃത്വാ സദ്വാദശസ്കന്ധശ്രവണാൽ പ്രേതതാം ജഹൗ. അന്ന് ആ വൈകുന്നേരം പാരായണം നിർത്തുമ്പോൾ അത്ഭുതം സംഭവിച്ചു. അവിടെ കൂടിയവരൊക്കെ കേൾക്കെ ആ മുളയുടെ ആദ്യത്തെ കമ്പ് പൊട്ടി. 2-ാം ദിവസം 2-ാമത്തെ കമ്പ്, 3-ാം ദിവസം 3-ാമത്തേത്, അങ്ങനെ 7-ാം ദിവസം പാരായണം കഴിയുമ്പോഴേക്ക് 7 കമ്പും ഭേദിക്കപ്പെട്ടു. ദ്വാദശസ്കന്ധം ശ്രവിച്ചതോടെ ധുന്ധുകാരി പ്രേതഭാവ വിമുക്തനുമായി. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ദിവ്യരൂപം ലഭിച്ചു. കഴുത്തിൽ തുളസിമാല, പീതാംബരം, മേഘവർണം, കിരീടകുണ്ടലാദികൾ, ഇങ്ങനെ ഭഗവത് സ്വരൂപം പ്രാപിച്ചു. നാമഭ്രാതരം സദ്യോ ഗോകർണമിതി ചാബ്രവീത്വയാഹം മോചിതോ ബന്ധോ കൃപയാ പ്രേതകശ്മലാൽ. ആ ദിവ്യരൂപിയായിരിക്കുന്ന ധുന്ധുകാരി ഗോകർണനെ നമസ്കരിച്ച്, അല്ലയോ ബന്ധു ആയവനെ, സഹോദര, ഭവാൻ എന്നിൽ ദയാലുവായിട്ട് എന്നെ ദുഷിച്ച പ്രേതസ്വരൂപത്തിൽ നിന്നും മോചിപ്പിച്ചതിന് അനേകമനേകം പ്രണാമങ്ങൾ എന്ന് പറഞ്ഞ് ധുന്ധുകാരി തുടർന്നു. 53-56 ധന്യാ ഭാഗവതീ വാർത്താ പ്രേതപീഡാ വിനാശിനി സപ്താഹോപി തഥാ ധന്യഃ കൃഷ്ണലോക ഫലപ്രദഃ കമ്പന്തേ സർവപാപാനി സപ്താഹശ്രവണേ സ്ഥിതേ അസ്മാകം പ്രളയം സദ്യ കഥാചയം കരിഷ്യതി ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം വാങ്മനകർമ്മഭികൃതം ശ്രവണം വിദഹേത് പാപം പാവക സമിധോ യഥാ അസ്മിൻ വൈ ഭാരതേ വർഷേ സൂരിഭിർദേവ സംസദി അകഥാശ്രവിണാം പുംസാം നിഷ്ഫലം ജന്മകീർത്തിതം. ഭാഗവത കഥ ധന്യമാണ്. അത് പ്രേതങ്ങളുടെ ക്ലേശങ്ങളെ നശിപ്പിക്കും. സപ്താഹം ഏറ്റവും ധന്യം തന്നെ. അതിൻ്റെ ഫലം ശ്രീകൃഷ്ണ ലോകപ്രാപ്തിയാണ്. സപ്താഹ ശ്രവണം കൊണ്ട് പാപങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു. നമ്മുടെ ശമനം ഇതിനാലുണ്ടാകുമെന്ന് പാപങ്ങൾ പറയുന്നു. ആർദ്രമോ ശുഷ്കമോ ലഘുവോ വലുതോ ആയാലും, വാക്ക്, മനസ്സ്, ശരീരം ഇവയാൽ ചെയ്യപ്പെട്ടതായാലും അഗ്നി വിറകിനെ എന്ന പോലെ സപ്താഹം ആ പാപത്തെ ദഹിപ്പിക്കുന്നു. ഭാരതത്തിൽ ജനിച്ച് ഭാഗവതം കേൾക്കാത്തവരുടെ ജന്മം നിഷ്ഫലമെന്ന് വിദ്വാൻമാർ ദേവ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 57-60 കിം മോഹതോ രക്ഷിതേന സുപുഷ്ടേന ബലീയസ അധ്രുവേണ ശരീരേണ ശുഖശാസ്ത്രകഥാം വിനാ അസ്ഥിസ്തംഭം സ്നായുബദ്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപരീഷയോ ജരാശോക വിഭാഗാർത്ഥം രോഗമന്ദിരമാതുരം ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം
ജീവിതം മോഹത്താൽ ശരീരം പോഷിപ്പിക്കുന്ന ബലം ആർജിക്കുന്ന ജീവിതമോഹത്താൽ ശരീരം പോഷിപ്പിക്കുന്നു, ബലം ആർജിക്കുന്നു. എന്നാൽ ആ ശരീരം ഭാഗവത ശാസ്ത്രശ്രവണാദികൾക്ക് പ്രയോജനപ്പെടുത്താതിരുന്നാൽ കേവലം നശ്വരമാണ്. ആ ശരീരം കൊണ്ട് എന്ത് ഫലം? അസ്ഥികളാകുന്ന തൂണുകളോട് കൂടിയതും ഞരമ്പുകൾ കൊണ്ടുള്ള കെട്ടുള്ളതും മാംസം രക്തം ഇത്യാദികൾ പൂശിയതും ചർമ്മം കൊണ്ട് പൊതിഞ്ഞതും ദുർഗന്ധത്തോടു കൂടിയതും മൂത്രം മലം എന്നിവ നിറച്ച പാത്രവുമാണ് ശരീരം. ജരാശോകം ഇത്യാദികളാൽ ക്ലേശിക്കുന്നതും രോഗങ്ങളുടെ വാസസ്ഥലവും ആതുരവും ദുഷിച്ച പലതും നിറച്ചതും കൊണ്ടു നടക്കാൻ പ്രയാസമേറിയതും ത്രിദോഷങ്ങളുള്ളതും പെട്ടെന്ന് നശിക്കുന്നതുമാണ് ശരീരം. മരണാനന്തരം കൃമിരൂപത്തിലോ മറ്റു ജീവികളുടെ മലരൂപത്തിലോ വെണ്ണീറായിട്ടോ പരിണമിക്കുന്നു. അതാണ് ശരീരം. ശരീരം അപ്രകാരം നശ്വരമായിരിക്കെ അനശ്വരഫലം ഉളവാക്കുന്ന ആധ്യാത്മിക കാര്യങ്ങളിൽ എന്താണ് പ്രയത്നിക്കാത്തത്? 61-62 യത് പ്രാതഃ സംസ്കൃതം ചാന്നം സായം തച്ച വിനശ്യതി തദീയരസസംപുഷ്ടേ കായേ കാ നാമ നിത്യത സപ്താഹശ്രവണാല്ലോകേ പ്രാപ്യതേ നികടേ ഹരി അതോ ദോഷനിവൃത്യർത്ഥം ഏതദേവ ഹി സാധനം. കാലത്ത് ഉണ്ടാക്കുന്ന ആഹാര സാധനം വൈകുന്നേരത്തേക്ക് കേടുവരുന്നു. അപ്രകാരമുള്ള ഭക്ഷണത്താൽ പോഷിപ്പിക്കപ്പെട്ട ശരീരത്തിൽ നിത്യത എന്ന അവസ്ഥ എങ്ങനെ സംജാതമാകും? എന്നാൽ സപ്താഹശ്രവണം കൊണ്ട് ഭഗവാൻ ശ്രീഹരി സമീപത്ത് വർത്തിക്കും. അതിനാൽ സകല ദോഷങ്ങളുടെയും പരിഹാരത്തിന് സപ്താഹശ്രവണമാണ് ഉത്തമം. 63-65 ബുദ്ബുദ ഇവ തോയേഷു മശക ഇവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാശ്രവണവർജിതാഃ ജഡസ്യ ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥി വിഭേദനം ചിത്രം കിമു തദാ ചിത്തം ഗ്രന്ഥിഭേദ കഥാശ്രവാത് ഭിദ്യത്തെ ഹൃദയഗ്രന്ഥിശ്ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ജാസ്യ കർമാണി സപ്താഹശ്രവണേ കൃതേ. ജലത്തിൽ നീർപ്പോള പോലെ എന്ന പോലെയും ജീവികളെ കടിക്കുന്ന കൊതുകിനെ പോലെയും ചാകാൻ വേണ്ടി മാത്രമാണ് ഭാഗവത കഥാവിമുഖന്മാരുടെ ജീവിതം. ജഡമായ ഒരു മുളയുടെ കമ്പ് സപ്താഹ ഫലമായിട്ട് പിളർന്നു. മനുഷ്യ മനസ്സിന്റെ ഗ്രന്ഥികൾ ഭേദിക്കുമെന്ന് വിശിഷ്യ പറയാനുണ്ടോ? സപ്താഹശ്രവണ ഫലമായിട്ട് ഹൃദയഗ്രന്ഥികൾ പൊട്ടുന്നു, സർവസംശയങ്ങളും നശിക്കുന്നു, കർമ്മം ക്ഷയിക്കുകയും ചെയ്യുന്നു. സംസാരകർദ്ദമാലേപ പ്രക്ഷാളന പടീയസി കഥാതീർത്ഥേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധൈ സ്മൃത. സംസാരമാകുന്ന മാലിന്യം പുരണ്ട ശരീരത്തെ കഴുകി വൃത്തിയാക്കാൻ ഉപയുക്തമായ ആ ഭാഗവത കഥയാകുന്ന തീർത്ഥം ഹൃദയത്തിൽ സ്ഥിതമായാൽ ഫലം മുക്തി തന്നെയെന്ന് വിദ്വാൻമാർ പറയുന്നു. 67-68 ഏവം ബ്രുവതി വൈ തസ്മിൻ വിമാനമകം അഗമത്തദാ വൈകുണ്ഠവാസിഭിർയുക്തം പ്രസ്ഫുരദ്ദീപ്തിമണ്ഡലം സർവേഷാം പശ്യതാം ഭേജേ വിമാനം ദുന്ധുലീ സുതഃ വിമാനേ വൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോ വാക്യമബ്രവീത്. ദുന്ധുകാരി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെ ഒരു വിമാനം വന്നെത്തി. വൈകുണ്ഠവാസികളായിരിക്കുന്ന വിഷ്ണുഭക്തന്മാർ അതിലിരിക്കുന്നു. അവിടം മുഴുവൻ അതിന്റെ പ്രഭാപുരത്താൽ പ്രകാശിക്കുന്നു. അവിടെ കൂടിയ സർവരും കാണെ ദുന്ധുകാരി ആ വിമാനത്തിൽ കയറി. വിമാനത്തിലിരിക്കുന്ന വിഷ്ണുപാർഷദന്മാരോട് ഗോകർണൻ ഇപ്രകാരം ചോദിച്ചു. 69-70 ഗോകർണ ഉവാച അത്രൈവ ബഹവഃ സന്തി ശ്രോതാരോ മമ നിർമ്മലാഃ ആനീതാനി വിമാനാനി ന തേഷാം യുഗപത് കുതഃ ശ്രവണം സമഭാഗേന സർവേഷാം ഇഹ ദൃശ്യതേ ഫലഭേദ കുതോ ജാതഃ പ്രബ്രുവന്തു ഹരിപ്രിയാഃ. ഇവിടെ എൻ്റെ സപ്താഹം ശ്രവിച്ചവരായിട്ട് ധാരാളം സജ്ജനങ്ങളുണ്ട്. ഇതോടുകൂടെ അവർക്കും എന്താണ് വിമാനങ്ങൾ കൊണ്ടുവരാഞ്ഞത്? ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് ശ്രവണം നടത്തിയത്. അതിൻ്റെ ഫലത്തിൽ ഇപ്രകാരം വ്യത്യാസം എങ്ങനെ വന്നുവെന്ന് വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ടവരായിട്ടുള്ള നിങ്ങൾ പറഞ്ഞാലും. ഹരിദാസ ഊചു 71-76 ശ്രവണസ്യ വിഭേദേന ഫലഭേദോത്ര സംസ്ഥിതഃ ശ്രവണം ദു കൃതം സർവൈർ ന തഥാ മനനം കൃതം ഫലഭേദസ്തതോ ജാതോ ഭജനാത് അഭിമാനദ സപ്തരാത്രം ഘോഷ്യൈവ പ്രേതേന ശ്രവണം കൃതം മനനാദി തഥാ തേന സ്ഥിരചിത്തേ കൃതം ഭൃശം അദൃഢം ച ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. സന്ദിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപഃ അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ശ്രാദ്ധമപാത്രകം ഹതമശ്രോത്രിയേ ദാനമനാചാരം ഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവന മനോദോഷജയശ്ചൈവ കഥായാം നിശ്ചലാമതിഃ ഏവമാദികൃതം ചേൽ സ്യാത് തദാ വൈ ശ്രവണേ ഫലം.
ഭഗവത് പാർഷദന്മാർ പറയുകയാണ്, എല്ലാവരും കേട്ടുവെന്നത് ശരി, പക്ഷേ ശ്രവണം ചെയ്ത സമ്പ്രദായത്തിൽ വ്യത്യാസമുണ്ട്. ശ്രവണം മാത്രമല്ലാതെ മറ്റാരും മനനം ചെയ്തിട്ടില്ല, വേണ്ടത്ര മനസ്സിരുത്തിയിട്ടില്ല. ഭജനത്തിന്റെ രീതിയിലും മാറ്റമുണ്ട്. 7 രാത്രി ഉപവാസമനുഷ്ഠിച്ചാണ് ധുന്ദുകാരിയുടെ പ്രേതം ഭാഗവതം ശ്രവിച്ചത്. അദ്ദേഹം ശ്രവണവും ഏകാഗ്രതയോടെ മനനവും നടത്തി. ദൃഢതയില്ലായ്മ ജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ശ്രദ്ധയില്ലാഞ്ഞാൽ ശ്രവണം നിഷ്ഫലം. സംശയം വന്നാൽ മന്ത്രം കൊണ്ട് ഫലമില്ല. മനസ്സിന്റെ അസ്വസ്ഥത ജപത്തിന്റെ ഫലത്തെയും ഇല്ലാതാക്കും. വൈഷ്ണവരില്ലാത്ത പ്രദേശം വാസയോഗ്യം അല്ല. യോഗ്യമില്ലാത്ത ആളെ ഊട്ടി നടത്തുന്ന ശ്രാദ്ധം നിഷ്ഫലമാണ്. ശ്രോത്രിയ ബ്രാഹ്മണൻ അല്ലാതെ നൽകുന്ന ദാനവും നിഷ്ഫലം തന്നെ. ആചാരങ്ങൾ വെടിഞ്ഞ കുലം ക്ഷയിക്കും. ഗുരുവാക്യത്തിൽ വിശ്വാസം വേണം. തന്നിൽ അഹംഭാവം അരുത്. മനസ്സിന്റെ മാലിന്യങ്ങളായിട്ടുള്ള രാഗദ്വേഷങ്ങളെ അകറ്റണം. കഥാശ്രവണത്തിൽ ഏകാഗ്രതയുണ്ടാകണം. ഇപ്രകാരമെല്ലാമായാൽ മാത്രമേ ശ്രവണഫലം ലഭിക്കൂ. 77-79. പുനഃ ശ്രവാന്തേ സർവേഷാം വൈകുണ്ഠേ വാസതിർധ്രുവം ഗോകർണ തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം ഏവമുക്ത്വായുഃ സർവേ വൈകുണ്ഠം ഹരികീർത്തനാഃ ശ്രാവണേ മാസി ഗോകർണം കഥാമൂജേ തഥാ പുനഃ സപ്തരാത്രവതീം ഭൂയഃ ശ്രവണം തൈഃ കൃതം പുനഃ കഥാസമാപ്തോ യജ്ജാതം ശ്രൂയതാം തച്ച നാരദാം. വീണ്ടും ഒരു സപ്താഹം കൂടി നടന്നാൽ ഇപ്രകാരം ശ്രവണം നടത്തുന്നവർക്കെല്ലാം വൈകുണ്ഠവാസം ലഭിക്കും. അലയോ ഗോകർണ, ഭഗവാൻ അങ്ങയ്ക്ക് ഗോലോകം നൽകും. ഇത്രയും പറഞ്ഞ് അവരെല്ലാം ആ ഭഗവത് കഥകൾ കീർത്തനം ചെയ്തുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. ശ്രാവണ മാസത്തിൽ ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം നടത്തി. അലയോ നാരദരെ, ആ സപ്താഹം സമാപിച്ചപ്പോൾ നടന്നത് എന്താണെന്ന് കേട്ടാൽ, വിമാനൈഃ സഹ ഭക്തൈശ്ച ഹരിരാവിർബഭൂവഃ ജയശബ്ദാ നമഃശബ്ദാസ്തത്രാസൻ ഭഗവസ്തദാ. ശ്രൂയതാം തച്ച നാരദ എന്ന സംബോധന കൊണ്ട് ഇതെല്ലാം സനകാദികളുടെ വാക്യം ആണെന്ന് സിദ്ധിക്കുന്നു. മൂലപുരാണത്തിൽ ഈ അധ്യായം ആരംഭിക്കുന്നത് കുമാര ഉജുഹു എന്നിപ്രകാരം ആണെന്ന് ഈ അധ്യായ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാഗവത ഗ്രന്ഥങ്ങളിലെല്ലാം സൂത ഉവാച എന്നാണ് ആരംഭം. അപ്പോൾ നാരദ എന്ന സംബോധന ക്ലിഷ്ടമാകും. ഇതെല്ലാം 4-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽക്ക് കുമാര ഉജുഹു എന്നതിനോട് ചേർത്ത് അന്വയിക്കേണ്ടി വരും. തൻ്റെ ഭക്തന്മാരോടും വിമാനങ്ങളോടും കൂടി ആ സാക്ഷാൽ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു. ജയ ജയ എന്നും നമോ നമ എന്നുമുള്ള ശബ്ദങ്ങളാൽ അവിടം മുഖരിതമായി. 81-84. പാഞ്ചജന്യ ധ്വനിം ചക്രേ ഹർഷാത്തത്ര സ്വയം ഹരി ഗോകർണം തു സമാലിംഗ്യ കരോൽ സദൃശം ഹരി ശ്രോതൃണന്യാൻ ഘനശ്യാമാൻ പീതകൗശേയവാസസ കിരീടിനഃ കുണ്ടലിനസ്തഥാ ചക്രേ ഹരിക്ഷണാൽ തദ്ഗ്രാമേ യേ സ്ഥിതാ ജീവാ ആശ്വചണ്ഡാളജാതയഃ വിമാനേ സ്ഥാപിതാസ്തേവി ഗോകർണകൃപയാ തദാ പ്രേഷിതാ ഹരിലോകേ തേ യത്ര ഗച്ഛന്തി യോഗിനഃ ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം. സന്തോഷാതിരേകത്താൽ ഭഗവാൻ പാഞ്ചജന്യമെന്ന ശംഖമൂതി ഗോകർണനെ ഒന്ന് പുണർന്നു. അപ്പോൾ ഗോകർണന് സാരൂപ്യം സിദ്ധിച്ചു. ഭഗവാൻ മറ്റുള്ള ശ്രോതാക്കളെയും മേഘവർണ്ണമുള്ളവരും പീതാംബരം ധരിച്ചവരും കിരീടകുണ്ടലാദികൾ അണിഞ്ഞവരുമാക്കി. ആ ഗ്രാമവാസികളായുള്ള ചണ്ടാളന്മാരടക്കം സർവരെയും ഗോകർണന്റെ അഭ്യർത്ഥന പ്രകാരം വിമാനത്തിൽ കയറ്റി ഭഗവാൻ അവരെയെല്ലാം യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഗോലോകത്തേക്ക് ഗോകർണനോടൊപ്പം യാത്രയാക്കി. 85-86. കഥാശ്രവണതഃ പ്രീതോ നിര്യൗ ഭക്തവത്സലഃ അയോധ്യാവാസിനഃ പൂർവം യഥാ രാമേണ സംഗതാഃ തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗിദുർലഭം യത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനാം ന ഗതിഃ കദാ തം ലോകം ഹി ഗതാസ്തേ തു ശ്രീമദ്ഭാഗവതശ്രവാത്. പണ്ട് ശ്രീരാമസ്വാമി അയോധ്യാവാസികളെയെല്ലാം തന്നോടൊപ്പം സ്വസ്ഥാനത്തേക്ക് ആനയിച്ച പോലെ ഭഗവാൻ അവരെയെല്ലാം തൻ്റെ ആസ്ഥാനമായിരിക്കുന്ന ഗോലോകത്തേക്ക് കൊണ്ടുപോയി. സ്ഥാനം രണ്ടും ഒന്നു തന്നെ, സങ്കല്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ഗോലോകം പ്രാപിക്കുക എന്നത് യോഗികൾക്ക് പോലും എളുപ്പമല്ല. സൂര്യൻ, ചന്ദ്രൻ, സിദ്ധന്മാർ ഇവക്കൊന്നും അവിടേക്ക് ഗമനമില്ല. ഭാഗവത ശ്രവണ ഫലമായിട്ട് ആ ലോകം പ്രാപ്തമായത്. ഭാഗവത ശ്രവണം ഫലമായിട്ടാണ് ആ ലോകം പ്രാപ്തമായത്. ഭ്രൂമോത്രദേ കിം ഫലവൃന്ദമുജ്വലം സപ്താഹയജ്ഞേന കഥാസു സംജിതം കർണേന ഗോകർണ കഥാക്ഷരോ യൈഃ പീതശ്ച തേ ഗർഭഗതാ ന ഭൂയഃ.
സപ്താഹയജ്ഞത്തിൽ ഗോകർണൻ പാരായണം ചെയ്ത ഭാഗവതം ശ്രവിച്ചവർക്ക് ലഭിച്ച ഫലമെന്താണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആ കഥാമൃതം കർണങ്ങളിലൂടെ പാനം ചെയ്തവർക്കാർക്കും പിന്നീട് ഗർഭത്തിൽ പ്രവേശിക്കേണ്ടി വന്നിട്ടില്ല. പുനർജന്മമില്ലാത്ത ആ മോക്ഷ അവസ്ഥയാണ് അവർക്ക് കൈവരിച്ചത്. വാതാംബുപർണാശനദേഹശോഷണൈഃ തപോഭിരുഗ്രൈശ്ചിരകാലസംജിതൈഃ യോഗൈശ്ച സംയാന്തിന താം ഗതിം വൈ സപ്താഹഗാഥാശ്രവണേന യാന്തിയാം. തപസ്സനുഷ്ഠിക്കുന്നവരെ വായുഭക്ഷണം, ജലപാനം, ഉണങ്ങിയ ഇലകൾ ഭക്ഷിക്കൽ ഇത്യാദികളാൽ ദേഹം ശോഷിപ്പിക്കുന്നു. അങ്ങനെ വളരെ കാലം ഉഗ്രമായ തപസ്സനുഷ്ഠിക്കുന്നു. അത്തരം തപസ് കൊണ്ടോ യോഗം കൊണ്ടോ സിദ്ധിക്കാത്ത സദ്ഗതി സപ്താഹശ്രവണ ഫലമായിട്ട് കൈവരുന്നു. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വരഃ പാദേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുത. ഈ ചരിത്രം മഹർഷിവര്യനായിട്ടുള്ള ശാണ്ഡില്യ മഹർഷി ചിത്രകൂട പർവ്വതത്തിൽ ഇരുന്ന് പഠിച്ച് ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. ആഖ്യാനമേതൽ പരമം പവിത്രം ശ്രുതം സകൃദ്വൈ വിദഹേദ അഘൗഘം ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിമാവഹേ നിത്യം സുപാഠാത് അപുനർഭവം ച. വളരെ പരിപാവനമായിരിക്കുന്ന ഈ ചരിത്രം ഒരിക്കലെങ്കിലും ശ്രവണം ചെയ്താൽ സർവപാപങ്ങളും നശിക്കും. ശ്രാദ്ധ സമയത്ത് പാരായണം ചെയ്താൽ പിതൃക്കൾക്ക് തൃപ്തി വരും. നിത്യം നന്നായി പാരായണം ചെയ്താൽ മോക്ഷവും ലഭിക്കും. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ഗോകർണമോക്ഷവർണ്ണനം നാമ പഞ്ചമോധ്യായഃ. 90 ശ്ലോകങ്ങളുള്ള ഈ 5-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ.